ഗുരുദേവന്റെ പടം വരച്ചാലാ? വാ, അതിനായി നമ്മുടെ ആയുധങ്ങൾ എടുക്കാം. ഗുരുദേവനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചാണ് ഞാൻ വരച്ച് തുടങ്ങിയത് തന്നെ. അതുകൊണ്ട് തന്നെ ഇത് ഇത്തവണ ഭംഗിയാവുമെന്ന് തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നു. ഏറെ നേരം സമയമെടുത്ത് തന്നെ വരയ്ക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. ക്ഷമയോടെ തന്നെ വരച്ചു തുടങ്ങി. എല്ലാ തവണയും എനിക്ക് ചിത്രത്തിൽ ഒരു വെല്ലുവിളിയായിട്ട് വരുന്നത് അതിലെ ചുണ്ടുകളും മൂക്കുകളൊക്കെ തന്നെയാണ്. കണ്ണ് വരയ്ക്കാൻ അത്ര പാടില്ലെങ്കിലും ചുണ്ടും മൂക്കും കയ്യിൽ നിന്ന് പോകാറുണ്ട്. പക്ഷെ ഇത്തവണ അത് സംഭവിച്ചില്ല. പിന്നീട് ഔട്ട്ലൈൻ വരച്ചു തുടങ്ങിയപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വൈറ്റ് പെൻസിലില്ല. ഡാർക്ക് ഷെയ്ഡ് മാക്സിമം കൊടുക്കാമെന്ന് വെച്ചാലും വൈറ്റ് ഷെയ്ഡ് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു. എന്നാലും തുടങ്ങി വെച്ചത് കൊണ്ട് തന്നെ ഭംഗിയാക്കണമെന്നുള്ള ഒരു മനസ്ഥിതിയിലായിരുന്നു ഞാൻ. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു പൂർത്തിയായിട്ടുള്ളൊരു രൂപം പടത്തിന് കൊടുക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു വിജയമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. പിന്നെ അവസാനം മിനുക്കുപണിയായ ഷെയ്ഡിങ്ങിലേക്ക് കടന്നു. ഇത് കണ്ടപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു സംഗതി ഏറ്റിട്ടുണ്ടെന്ന്. എന്തായാലും ഞാനും ഹാപ്പിയാണ് നല്ലൊരു ചിത്രം പൂർത്തിയാക്കാൻ പറ്റിയത്. എന്തായാലും ഇനി മറ്റൊരു ചിത്രം വരുന്നത് ബൈ ഫ്രം സുധി.